ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിച്ചതിന് ശേഷം പശ്ചിമേഷ്യയിൽ ഒരു നിർണായകമായ നീക്കമുണ്ടാകുന്നു. അതായത് ഇസ്രയേൽ ഗസയിൽ വെടിനിർത്തലിന് സമ്മതിച്ചു. 60 ദിവസത്തേക്കുള്ള വെടിനിർത്തലിനാണ് ഇസ്രയേൽ സമ്മതം മൂളിയത്. ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ വെടിനിർത്തൽ കരാർ ഇനി ഹമാസ് അംഗീകരിക്കണം. അതായത് ഗസയിൽ നിലവിലുള്ള ഹമാസ് ഭീകരർ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന നേതൃത്വം ഈ വെടിനിർത്തലിനോട് യോജിക്കുന്നു. ഇതാണ് ഏറെ നിർണായകം. ഇസ്രയേലും അമേരിക്കയും ഇറാന് നേരെ നടത്തിയ ആക്രമണം കണ്ട് ഭയന്ന് നിൽക്കുകയാണെങ്കിൽ ഹമാസ് വളരെ പെട്ടെന്ന് ഇതിനകത്ത് ഒരു തീരുമാനം പ്രഖ്യാപിച്ചേക്കാം. ഇനി അതല്ലാത്ത ഒരു നീക്കമാണോ നടത്തുന്നുള്ളതെന്ന് നമ്മൾ കണ്ടറിയണം. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്രയേൽ പശ്ചിമേഷ്യയിൽ മറ്റ് ചില നീക്കങ്ങൾ നടത്തുന്നു. അതായത് ഇത്രയും കാലം ഇസ്രയേലിൻ്റെ ശത്രുപക്ഷത്ത് നിന്ന അല്ലെ തീവ്രവാദ സ്വഭാവം വെച്ചു പുലർത്തിയിരുന്ന സിറിയ, ലെബനൻ ഈ രണ്ട് രാജ്യങ്ങളെ ഒപ്പം കൂട്ടാൻ അല്ലെ അവരുമായിട്ടൊരു കരാറിലേക്ക് ഏർപ്പെടാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ ഇത്രയും നാൾ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ച എന്തിന് ഹിസ്ബുള്ള പോലെയുള്ള ഭീകരപ്രവർത്തകർക്ക് അഭയം നൽകിയ ലെബനൻ, അതുപോലെ തന്നെ ഇപ്പുറത്ത് സിറിയ ഹൂത്തികളെ ഉപയോഗിച്ച് ആക്രമണമൊക്കെ നടത്തിയ രാജ്യം, ഈ രണ്ട് രാജ്യങ്ങളും ഇസ്രയേലിനൊപ്പം ചേരാനായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ചുവെന്നും നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ നടത്തിയെന്നതിൻ്റെ വിവരങ്ങളും പുറത്തു വരുന്നു. എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയുമായിട്ട് ഒരു അബ്രഹാം അക്കോർഡിലേക്ക് നീങ്ങിയ സമയത്താണ് ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ആക്രമണമൊക്കെ ഉണ്ടായത്. ഇവിടെ ഇപ്പോൾ ഇത്തരമൊരു നീക്കം നടത്താനുള്ള കാരണം സൗദി അറേബ്യയുമായിട്ടുള്ള കരാർ അടുത്ത കാലത്തൊന്നും നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ലെബനനുമായിട്ടും സിറിയയുമായിട്ടും കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നു. ഇത് പറയാൻ കാരണം ഈ അടുത്ത സമയത്ത് ഇസ്രയേൽ ഇറാന് നേരെ ആക്രമണം നടത്തിയപ്പോൾ ഈ ലെബനൻ്റെയും അതുപോലെ തന്നെ സിറിയയുടെയും നിലപാട് എന്ന് പറയുന്നത് ഇസ്രയേലിനെ തടസ്സം നിൽക്കുന്നതോ അല്ലെ ഇസ്രയേലിനെ എതിർക്കുന്നതോ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ബന്ധം വളർത്തുക എന്നുള്ള അവർ ലക്ഷ്യം വെക്കുന്നുണ്ട്. മാത്രമല്ല ഹിസ്ബുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടതോടുകൂടി ലെബനൻ്റെ ഒരു പിടി പൂർണ്ണമായിട്ടും അയഞ്ഞു. അതുപോലെ തന്നെ ലെബനൻ ഭരണകൂടത്തിന് എന്ത് തീരുമാനവും എടുക്കാം. ഇനി സിറിയയുടെ കാര്യം എടുത്താലോ, അതായത് ബാഷർ അൽ അസദ് എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരിയെ അട്ടിമറിച്ചുകൊണ്ട് അഹമ്മദ് അൽ ഷറ ഭരണത്തിലേക്ക് എത്തിയതോടുകൂടി അവരുടെ നിലപാട് മാറി. എന്ന് പറഞ്ഞാൽ പ്രാദേശിക തലത്തിലുള്ള ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും കൂടുതൽ തീവ്രമായ ഇടപെടൽ നടത്താനുമായിട്ട് അവർ തീരുമാനിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അത്തരത്തിലൊരു തീരുമാനമുണ്ടാകുമ്പോൾ ഒരു പക്ഷേ ഈ ഇസ്രയേലിൻ്റെ സഖ്യരാജ്യങ്ങളായിട്ട് ഒരു പക്ഷേ ഈ ലെബനനും സിറിയയും ഒക്കെ മാറുന്ന കാലം വിദൂരമല്ല. എന്ന് പറഞ്ഞാൽ വൈറ്റ് ഹൗസിൽ വെച്ച് അഹമ്മദ് അൽ ഷറ എന്ന് പറയുന്ന സിറിയൻ ഭരണാധികാരിയും ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയും പരസ്പരം ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങൾ, വീഡിയോകളൊക്കെ തന്നെ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന കാലം വിദൂരമല്ല. ഡൊണാൾഡ് ട്രംപ് ഇതിലൊരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്കറിയാം, പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്താനായിട്ട് ഇസ്രായേൽ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ പറയുന്ന 2023 നവംബർ 7 ഹമാസ് ആക്രമണം നടത്തിയത്. ഈ ഹമാസിൻ്റെ ആക്രമണത്തെ തുടർന്ന് ഈ ബന്ധങ്ങളെല്ലാം തന്നെ നിശ്ചലമായി. കാരണം സൗദി അറേബ്യയും ഖത്തറും ഒക്കെ നിലപാട് മാറ്റി. ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗസയ്ക്ക് നേരെ കടുത്ത ആക്രമണം നടത്തുന്നു, മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കരാറിൽ ഏർപ്പെടാൻ സൗദി അറേബ്യ വിസമ്മതിക്കുന്നു. ഖത്തർ സമാനമായ നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ അതിനിടയിലും മൊറോക്കോ, UAE, അതുപോലെ തന്നെ ബഹ്റിൻ, സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് ഇസ്രയേൽ നല്ല ബന്ധം പുലർത്തുന്നു, അവരുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നു. ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീങ്ങുന്നു. അപ്പോഴാണ് ഇവിടെ സിറിയ എന്ന് പറയുന്ന രാജ്യവും ലെബനൻ എന്ന് പറയുന്ന രാജ്യവും ഏതാണ്ട് ഇസ്രയേലിന് അടുക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത്. അപ്പം വേണമെങ്കിൽ ഒരു സഖ്യമാകാം എന്നൊക്കെയുള്ള ചർച്ച വന്നു. ഇപ്പോൾ ഇസ്രയേലിൻ്റെ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സർ പറയുന്നത്, അതായത് ഞങ്ങൾ ഈ ഒരു ഒത്തുതീർപ്പിലേക്ക് കരാറിലേക്കൊക്കെ പോവുമെങ്കിലും അതിന് ഉപാധികളോടെയുള്ള ചർച്ച ഉണ്ടാവില്ല. ആ ഉപാധികളോടെയുള്ള ചർച്ച ഉണ്ടാവില്ല എന്നത് വളരെ പ്രധാനമാണ്. കാരണം ഈ ഗോലാൻ കുന്നുകൾ ഇപ്പോൾ ഏതാണ്ട് ഇസ്രയേൽ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗോലാൻ കുന്നുകൾ വിട്ടുതരണമെന്ന് സിറിയ ആവശ്യപ്പെടുകയോ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുകയോ ചെയ്യാൻ പാടില്ല. പക്ഷേ സിറിയൻ ഭരണകൂടത്തിൻ്റെ നിലപാട് ഗോലാൻ കുന്നുകൾ തങ്ങളുടേതാണെന്ന് ഇസ്രയേൽ പറയുന്നു. അങ്ങനെയല്ല. 2002 അറബ് ധാരണ പ്രകാരം ഉള്ള ചർച്ചകൾ വേണമെന്നുള്ള ഡിമാൻഡൊന്നും ഞങ്ങൾ ഇപ്പോൾ അംഗീകരിക്കുന്നില്ല. കാരണം 1967 6 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിലാണ് ഇസ്രയേൽ ഗോലാൻ കുന്നുകളും ആ പ്രദേശമൊക്കെ പിടിച്ചെടുത്തത്. ഇപ്പോഴും ഈ ഗോലാൻ കുന്നുകൾ ഞങ്ങളുടെ സ്വന്തമാണ്. കാരണം ഫലഭൂയിഷ്ഠമായ മണ്ണാണ്.
അതുപോലെ തന്നെ യഥേഷ്ടം കുടിവെള്ളമുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യവുമുള്ള ഈ ഗൊലാൻ കുന്നുകൾ പശ്ചിമേഷ്യയിലെ മറ്റ് പ്രദേശങ്ങളിൽ തികച്ചും വിഭിന്നമാണ്. അപ്പോൾ ഈ മേഖല വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്ന് ഇസ്രായേൽ നിലപാടെടുക്കുന്നു. 1981 സൈനികപരമായി തന്ത്രപ്രധാനമായി വളരെയധികം പ്രാധാന്യമുള്ള ഈ സ്ഥലം ഏതാണ്ട് ഇസ്രായേലിൻ്റെ കയ്യിൽ ഔദ്യോഗികമായി വന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇത് ഇസ്രായേലിൻ്റെ കയ്യിലാണെങ്കിലും ലോകരാജ്യങ്ങളൊന്നും ഇതിനെ വലുതായിട്ട് അംഗീകരിച്ചില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അതായത് സൗദി അറേബ്യ, ബഹ്റിൻ, കുവൈറ്റ്, ലെബനോൻ തുടങ്ങിയ രാജ്യങ്ങളെപ്പോലെ തന്നെയാണ് സിറിയൻ ഭരണാധികാരിയെ അഹമ്മദ് അൽ ഷറയും ഇറാൻ്റെ വളർച്ച ആഗ്രഹിക്കുന്നില്ല. ഇറാൻ ഒന്ന് തറ പറ്റിക്കോട്ടെ, അല്ലെങ്കിൽ ഇറാൻ്റെ തകർച്ചയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ കാലങ്ങളോളം തീവ്രവാദത്തെ, ഭീകരതയൊക്കെ പിന്തുണച്ച ലെബനനും അതുപോലെ തന്നെ സിറിയയും ഇസ്രായേലിൻ്റെ പക്ഷത്തേക്ക് ചേരുന്നു. അപ്പോൾ 14 വർഷത്തോളം നീണ്ടുനിന്ന യുദ്ധങ്ങളൊക്കെ അവസാനിച്ച് സിറിയ ഒരു പുതിയ യുഗത്തിലേക്ക് കാലെടുക്കുകയാണ്. അതുകൊണ്ടാണ് അഹമ്മദ് അൽ ഷറയെ പോലെയുള്ള ഭരണാധികാരിയെ ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്നത്. അങ്ങനെ ഇസ്രായേലിൻ്റെ പക്ഷത്തേക്ക്, അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഉടമ്പടിയിലേക്കൊക്കെ നീങ്ങുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ഈ പറയാനുള്ള കാര്യം, ഇസ്രായേൽ ഇക്കാലം അത്രയും ആക്രമണം നടത്തിയ ലെബനനും സിറിയയ്ക്കും നേരെയും കൂടിയാണ്. കാരണം ഇറാൻ പിന്തുണയോടുകൂടി ഹൂത്തികളും ഹമാസ് ഹിസ്ബുള്ള പോലെയുള്ള ഭീകര സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പറയുന്ന ലെബനിലേക്ക് കരയാക്രമണം അതുപോലെ തന്നെ വ്യോമാക്രമണം ഒക്കെ നടത്തി. ഇപ്പോൾ കാര്യങ്ങളൊക്കെ വലിയ തോതിൽ മാറി മറിഞ്ഞിരിക്കുകയാണ്. എന്തായാലും 1994 ജോർദാൻ, അതുപോലെ 1979 ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ എങ്ങനെയാണോ ഇസ്രായേലുമായിട്ട് കരാറിൽ ഏർപ്പെട്ടതും ആ രീതിയിലാണ് 2020 UAE, ബഹ്റിൻ, മൊറോക്കോ, സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചത്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഗൊലാൻ കുന്നുകൾ, വെസ്റ്റ് ബാങ്ക്, ഗാസ എന്നിവയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം എന്ന നിലപാടിലേക്ക് ഈ രാജ്യങ്ങൾ എത്തുമോ, ഈ രീതിയിൽ നയതന്ത്ര തല ചർച്ചകൾ മാറുമോ എന്ന കാര്യത്തിലാണ് ഇപ്പോഴും ആശങ്കയുള്ളത്. അപ്പോൾ ഗൊലാൻ കുന്നുകൾ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒത്തുതീർപ്പിന് എന്തായാലും ഇസ്രായേൽ തയ്യാറാകില്ല. മാത്രമല്ല, ഈ ഗസയെ ആക്രമിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ തന്നെ സൗദി അറേബ്യയും ഖത്തറും ഒക്കെ തന്നെ ഇപ്പോൾ ഇസ്രായേലുമായിട്ട് ഒന്ന് അകന്നു നിൽക്കുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ സിറിയ, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളെ കൂടെ ചേർത്ത് നിർത്താനായിട്ട് ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതുപോലെ ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി ഹമാസ് അതിനോട് എങ്ങനെ പ്രതികരിക്കും, യോജിക്കുമോ, അതുള്ള കാര്യങ്ങളൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. അങ്ങനെ യോജിക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാനം പുലരുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുമെന്നാണ് ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നത്. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലപാടിനോട് ഇനി ഈ പറയുന്ന ഹമാസ് എന്ത് നിലപാട് സ്വീകരിക്കും? ഡൊണാൾഡ് ട്രംപ് പറഞ്ഞാൽ ഉടനെ ഹമാസ് തങ്ങൾ പറഞ്ഞതെല്ലാം കേൾക്കുമോ? ഇറാൻ്റെ പ്രോക്സികൾ എന്ന നിലയിൽ നിന്ന് അവർ സ്വന്തമായ തീരുമാനമെടുക്കുമോ? ഇതൊക്കെ തന്നെ ലോകത്തെ വലിയ ചർച്ചാ വിഷയമായി മാറാൻ പോകുന്നുണ്ട്. എന്തായാലും ഏറെ പ്രശംസനീയമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ലെബനനെയും സിറിയയും കൂടെ ഒപ്പം കൂട്ടാനുള്ള നീക്കം നടത്തുന്നു. അപ്പം മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ കൂട്ടായ്മ, ജിയോ പൊളിറ്റിക്സിൽ ഒരു വലിയ മാറ്റം, ഇതൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.